നഗരസഭാ ഇലക്ഷനെ നേരിടാനൊരുങ്ങി കോൺഗ്രസ്. കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് നേതൃത്വ ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു. നഗരസഭാ ഇലക്ഷനെ നേരിടുന്നതിന് മുമ്പായി പ്രവർത്തകരെ സജ്ജരാക്കുന്നതിനും സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെയും ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനഃസംഘടിപ്പിച്ച മണ്ഡലം ഭാരവാഹികൾക്കും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് പ്രസിഡന്റുമാർക്കും BLA-മാർക്കും ക്യാമ്പിൽ സ്വീകരണം. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിലുള്ള പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് DCC ജനറൽ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ TM നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. 1 ലക്ഷം ഉണ്ടായിരുന്ന വോട്ടാണ് 2.5 ലക്ഷം വോട്ട് 7 നിയോജകമണ്ഡലത്തിൽ നിന്നും വാങ്ങി BJP സുരേഷ് ഗോപിയിലേക്ക് പോയി. അതെങ്ങനെ ഉണ്ടായി? കാരണക്കാർ നമ്മൾ മാത്രമല്ല, ഏറ്റവും ഒന്നാമത് അതിലേക്ക് കിടക്കുന്നില്ല. CPM ആണ് ആ BJP ഒന്നാമത്. ഇപ്പോ മാധ്യമങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിലാണ് ഞാൻ പറയുന്നത്. ഇത് മൈക്കെത്തി കൊടുങ്ങല്ലൂർ വടക്കേ നിറയെ പ്രസംഗിക്കുന്ന പ്രസംഗമല്ല. ഒന്നാമത് CPM ആണ് ആ വോട്ട് BJPയിലേക്ക് പോയത്. രണ്ടാമത് CPM പോയി. മൂന്നാമതാണ് കോൺഗ്രസിന് പോയത്. കോൺഗ്രസിന്റെ വോട്ട് UDF-ന്റെ വോട്ട് BJPയിലേക്കല്ല പോയത്, LDF-ന്റെ പോയത്. കൊടുങ്ങല്ലൂർ അതാണ് ഞാൻ പറഞ്ഞത്. കൊടുങ്ങല്ലൂരിൽ ഉണ്ടായ സാഹചര്യം BJP ജയിക്കും, സുരേഷ് ഗോപി ജയിക്കുമെന്ന് വന്നപ്പോൾ കോൺഗ്രസിന്റെ UDF-ന്റെ തൃശൂർ ജില്ലയിലെ 7 പാർലമെന്റ് നിയോജകമണ്ഡലം 7 അസംബ്ലി നിയോജകമണ്ഡലത്തിലും കോൺഗ്രസിന്റെ വോട്ട് BJP ജയിക്കാതിരിക്കാൻ LDF നോക്കിയത്. അതാണ് കൊടുങ്ങല്ലൂരുണ്ടായത്. നമ്മുടെ വോട്ട് പോയിട്ടില്ല. നമ്മുടെ വോട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP ജയിക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ UDF-ന്റെ വോട്ട് നേരെ LDF-ലേക്ക് പോകുന്നു. അത് രാഷ്ട്രീയമുണ്ട്. വർഗീയ ശക്തികൾ കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കരുതെന്ന കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയ മണ്ഡലത്തിന്റെ പൊതുബോധമാണ് BJPക്ക് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് BJP ജയിക്കാതിരിക്കാൻ നമ്മുടെ വോട്ട് മുഴുവൻ LDF-ലേക്ക് പോകുന്നു. നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പൊളിച്ച് ചീരിട്ട് ഇങ്ങനെ മടക്കി വെച്ച് ഒന്ന് തള്ളിയാൽ വീഴുന്നത് പോലെ നമ്മുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു. 2ാം സ്ഥാനത്തേക്ക് 3ാം സ്ഥാനത്തേക്ക് നമ്മൾ പോകുന്നു. അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വോട്ട് തിരിച്ചു വരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വോട്ട് തിരിച്ചു വരുന്നു. നമ്മൾ 2ാം സ്ഥാനത്താവുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത്. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. BLA സംസ്ഥാന ട്രെയിനറായ CJ ദാമു മാസ്റ്റർ ക്ലാസ് എടുത്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BM മൊഹിയുദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OA ജനീഷ്, PU സുരേഷ് കുമാർ, IK ഗോവിന്ദൻ, KG മുരളീധരൻ, ദിൽഷൻ കോട്ടേക്കാട്ട്, KN സജീവൻ, P ദിലീപ് ഗാന്ധി, KP സുനിൽ കുമാർ, EV സജീവൻ, KK ചിത്രബാനു, നിഷാഫ് കുര്യാപ്പിള്ളി, KKP ദാസൻ, ഹക്കീം ഇക്ബാൽ, ജോളി ഡിൽഷൻ, ശ്രീദേവി വിജയകുമാർ, സനിൽ സത്യൻ, സുനിൽ കളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു.